നമസ്കാരം. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ മുതിർന്ന ബി.ജെ.പി. നേതാവായിരുന്ന സുഷമ സ്വരാജിന്റെ മകളും ദില്ലി എം.പിയുമായ ബാൻസുരി സ്വരാജ് രംഗത്തെത്തിയിരിക്കുകയാണ്. രാഹുലിനെതിരെ എത്രയും പെട്ടെന്ന് നടപടിയെടുക്കണം എന്നാണ് സ്പീക്കർ ഓം ബിർളയോട് ബാൻസുരി സ്വരാജ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനകൾ വസ്തുതാപരമല്ല എന്നും തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് എന്നുമായിരുന്നു ബാൻസുരി സ്വരാജ് ഉയർത്തിയ നോട്ടീസിൽ പറയുന്നത്. രാഹുൽ ഗാന്ധിയുടെ ലോക്സഭാ പ്രസംഗത്തിന്റെ ഭാഗങ്ങൾ പാർലമെന്റ് രേഖകളിൽ നിന്നും നീക്കം ചെയ്ത് മണിക്കൂറുകൾ പിന്നിട്ടപ്പോഴാണ് ബാൻസുരിയുടെ ഭാഗത്തു നിന്നും ഈ നിർണായക നീക്കമുണ്ടായത്. അഗ്നിവീർ പദ്ധതിയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി മനഃപൂർവ്വം വസ്തുതാവിരുദ്ധമായ പ്രസ്താവന നടത്തി എന്നുകൂടി ബാൻസുരി സ്വരാജ് ഈ നോട്ടീസിൽ ആരോപിക്കുന്നുണ്ട്. കർഷകരെയും മിനിമം താങ്ങുവിലയും കുറിച്ച് രാഹുൽ ഗാന്ധി നടത്തിയ അഭിപ്രായങ്ങളും ഒട്ടും വസ്തുതാപരമല്ല എന്നുകൂടി അവർ പറയുന്നുണ്ട്. രാഹുൽ ഗാന്ധി ബോധപൂർവം നടത്തിയ ഈ പ്രസ്താവനകൾ ദയവ് ചെയ്ത് മനസ്സിലാക്കി ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് അവർ സ്പീക്കർക്ക് നൽകിയ നോട്ടീസിൽ പറയുന്നുണ്ട്. കേന്ദ്ര മന്ത്രി മീനാക്ഷി ലേഖിയെ ഒഴിവാക്കിക്കൊണ്ടാണ് ഇത്തവണ ബി.ജെ.പി. ന്യൂദില്ലിയിൽ ബാൻസുരി സ്വരാജിനെ രംഗത്തിറക്കിയത്. ആ സമയത്ത് ചില വിമർശനങ്ങളും മറ്റും ഉയർന്നിരുന്നു. മീനാക്ഷി ലേഖിയെ മാറ്റേണ്ട ആവശ്യമില്ല എന്ന തരത്തിലുള്ള ചില പരാമർശങ്ങൾ ബി.ജെ.പി. നേതാക്കളുടെ ഭാഗത്തു നിന്ന് തന്നെ ഉയരുകയും ചെയ്തിരുന്നു. പക്ഷേ അന്ന് ഉയർന്ന വിമർശനങ്ങൾക്കൊക്കെ മറുപടിയായി ബാൻസുരി സ്വരാജ് എന്നുള്ള നരേന്ദ്രമോദിയുടെ തീരുമാനം ശരിയാണ് എന്ന് തെളിയിക്കുന്നതായിരുന്നു അവർക്ക് ന്യൂദില്ലിയിൽ ലഭിച്ച ഭൂരിപക്ഷം. സുഷമ സ്വരാജിന്റെ രക്തമാണ്. സുഷമ സ്വരാജ് എന്ന രാജ്യത്തെ ഏറ്റവും പ്രിയങ്കരിയായിരുന്ന രാഷ്ട്രീയ നേതാവിന്റെ പുത്രി ആദ്യ ദിവസങ്ങളിൽ തന്നെ തെളിയിക്കുന്നുണ്ട് ബി.ജെ.പിയുടെ തീരുമാനം തെറ്റല്ല എന്ന്. ലോക്സഭയിലെ ആദ്യ ദിനങ്ങളിൽ കസറിയ രാഹുൽ ഗാന്ധിയുടെയും മഹുവ മൊയ്ത്രയുടെയും ഉൾപ്പെടെയുള്ളവരുടെ പേര് പ്രതിപക്ഷം എടുത്തു പറയുമ്പോൾ ബി.ജെ.പിക്കും അഭിമാനിക്കാൻ താരങ്ങളുണ്ട്. അതിൽ പുതുമുഖമായ ബാൻസുരി സ്വരാജ് കൂടി ഉൾപ്പെടുന്നു എന്നുള്ളത് പാർട്ടിക്ക് കൂടുതൽ പ്രതീക്ഷ നൽകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളം.